അടുത്ത പ്രധാനപ്പെട്ട വാർത്തകളായിട്ട് റിപ്പോർട്ട് ചെയ്യാനുള്ളത്, കുറുവ സംഘം നേതാവ് പാലായിൽ മറ്റൊരു കേസിൽ ജാമ്യത്തിലായിട്ടുണ്ട്. അപ്പോൾ പാലക്കാർ ശ്രദ്ധിക്കുക, കോട്ടയത്ത് കുറുവ സംഘം ഇറങ്ങി എന്നുള്ളൊരു ന്യൂസ് നമുക്ക് കിട്ടിയായിരുന്നു. പല പല സ്ഥലങ്ങളിലാണ് ഇറങ്ങിയിരിക്കുന്നത്. ചിലർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്, ചിലർ വാതിലുകളൊക്കെ തുറന്നിട്ടാണ് അതിനെ സമീപിക്കുന്ന, ലൈറ്റൊക്കെ ഓഫ് ചെയ്യാതെ. അതുകൊണ്ട് കുറുവ സംഘത്തെ വളരെ സൂക്ഷിക്കുക. ഇപ്പോൾ അതേ പാലായിൽ നിന്നാണ് ഒരു വാർത്ത വന്നിരിക്കുന്നത്. കുറുവ സംഘം നേതാവ് പാലായിൽ മറ്റൊരു കേസിൽ ജാമ്യത്തിലായിട്ടുണ്ട്. പാലായിൽ ഒപ്പിട്ട് ആലപ്പുഴയിൽ മോഷണം നടത്തിയിട്ടുണ്ട്. ആലപ്പുഴയിൽ മോഷണം നടത്തി പിടിയിലായ കുറുവ സംഘ നേതാവ് സന്തോഷ് ഒരാഴ്ച മുമ്പ് പാലാ സ്റ്റേഷനിലെത്തി ഒപ്പിട്ടയാളാണ്. മോഷണ കേസിൽ ജാമ്യവ്യവസ്ഥ പ്രകാരം ഒപ്പിട്ട് മടങ്ങി ആലപ്പുഴയിലെത്തി മോഷണം നടത്തിയ തമിഴ്നാട് തേനി കാമാക്ഷിപുരം ചന്ദനമാരിയമ്മൻ കോവിൽ തെരുവിൽ, ഇത് കഴിഞ്ഞില്ലേ, സന്തോഷ് സെൽവം 25 വയസ്സുള്ളൂ പോലീസിനെ ഞെട്ടിച്ചത്. 1.5 മാസം മുമ്പാണ് പാലാ പോലീസ് രജിസ്റ്റർ ചെയ്ത മോഷണ കേസിൽ സന്തോഷിന് ജാമ്യം ലഭിച്ചത്. 2021 പൈകയിലെ വീടുകളിൽ കവർച്ച നടത്തിയ കേസിൽ 2024 ജൂണിലാണ് സന്തോഷ് പിടിയിലായത്. സ്റ്റേഷനിൽ ആഴ്ചയിലൊന്ന് ഹാജരായി ഒപ്പിടണമെന്ന വ്യവസ്ഥയിലാണ് കോടതി ജാമ്യം നൽകിയത്. ഓരോ ആഴ്ചയും കൃത്യമായി ഒപ്പിടാൻ വന്നിരുന്ന സന്തോഷാണ് മറ്റൊരു മോഷണ കേസിൽ ആലപ്പുഴയിൽ പിടിയിലായത്. ജാമ്യവ്യവസ്ഥ ലംഘിച്ചതിനാൽ സന്തോഷിൻ്റെയും കൂട്ടാളിയുടെയും ജാമ്യം റദ്ദാക്കാൻ പോലീസ് പാലാ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് അപേക്ഷ നൽകും. ഒന്ന് ആലോചിച്ച് നോക്കണം, മോഷണ കേസിൽ പിടിയിലായിട്ട് പാലായിലെ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് ഒപ്പിടണമെന്നുണ്ട് ആഴ്ചയിൽ. പുള്ളി എല്ലാ ആഴ്ചയിലും വളരെ സത്യസന്ധനും നേർമയുള്ളവനുമായിട്ട് വന്നിട്ട് ഒപ്പിടും. എന്നിട്ട് വേറെ എവിടെയെങ്കിലും പോയി മോഷണം നടത്തും. വേറെ ജില്ലയിൽ, എന്തായാലും കോട്ടയം ജില്ലയെ വെറുതെ വിട്ടു, അതോടുകൂടി പാലായെ വെറുതെ വിട്ടു എന്നാണ് തോന്നുന്നത്. ഒപ്പിടാൻ മാത്രം പാലായിലേക്ക് വരുന്നു, മോഷ്ടിക്കാൻ അടുത്ത ജില്ല പിടിക്കുന്നു. പിന്നെ എന്തിനാണ് സാർ ഒപ്പിടുന്നത്? പിന്നെ എന്തിനാണ് ഒപ്പിടുന്നത്? വൈറ്റ് പേപ്പറിൽ ഒപ്പിടുന്നത്? അപ്പം ഇതൊക്കെ കുറുവ സംഘത്തിലെ ആളുകളാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ കുറുവ സംഘം ശരിക്കും മറ്റേ ലോകേഷ് കനകരാജിന്റെ വിക്രം സിനിമയിലെ പോലെ മറ്റേ സൂര്യയുടെയൊക്കെ ഒരു സംഘം ഉണ്ടല്ലോ, പല പല സ്ഥലത്തുള്ള ഒരു സംഘം. ഈ സംഘത്തെയൊക്കെ പോലെ അവിടെ ഇവിടെയൊക്കെ വിന്യസിച്ചിട്ടുണ്ടോ? ഇനി ഇതെങ്ങനെയാണ് മെമ്പർഷിപ്പ് എടുക്കുക? അല്ല, നമുക്ക് ചേരാനൊന്നും കേട്ടോ, അല്ലല്ല അതിനല്ല. അതായത് എങ്ങനെ മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ളൊരു ട്രെൻഡ് വളരെ പരോക്ഷമായിട്ട് പരക്കുന്നുണ്ടോ കേരളത്തിൽ എന്നൊന്നും അറിയില്ല. ഇനി കേരളത്തിനെതിരെ തന്നെ, കേരളത്തിൽ ഒരുപാട് പണമുണ്ട്, കേരളത്തിനെതിരെ നീങ്ങാം എന്നുള്ളൊരു തീരുമാനത്തിൽ ഒരു ടീം ഇറങ്ങിയിരിക്കുന്നതാണോ, ഇനി ആ ടീം സംഘടിപ്പിക്കുന്നതാണോ? കാരണം ഓരോ സംസ്ഥാനങ്ങളിലുള്ള അന്യസംസ്ഥാന തൊഴിലാളികളടക്കമുള്ള ആളുകളെ, ഇതുപോലെ മോഷണം വശമുള്ള ആളുകളെ തെരഞ്ഞെടുത്തുകൊണ്ട് ഇങ്ങനൊരു സംഘം ക്രിയേറ്റ് ചെയ്യുന്നതാണോ? അതിന് തലപ്പത്ത് ആരാണ് ഇതിനെ മാനേജ് ചെയ്യുന്നത്? ഇതെല്ലാം കണ്ടെത്തണം. കാരണം കുറുവ സംഘം എന്നുള്ള പേര് ഒന്ന് ആലോചിക്കുക. പെട്ടെന്ന് കുറച്ച് പേർ എന്നല്ല പറയുന്നത്, ആ സംഘത്തിന് കൃത്യമായ പേരുണ്ട്. ആ സംഘത്തിലെ പല പല ആളുകൾ ഡിഫറെന്റ് ആയിട്ടുള്ള ജില്ലകളിൽ കേരളത്തിൽ ഇന്നും ഉണ്ട്, നമുക്കിടയിൽ തന്നെ ഉണ്ട്, നമുക്കറിയാൻ വയ്യാത്ത രീതിയിൽ. നമ്മുടെ കൂടെ നിൽക്കുന്ന ആളാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം മലയാളികൾ കുറവാണ് കുറുവ സംഘത്തിൽ. നോട്ട് ദ പോയിന്റ്. വേണമെങ്കിൽ പോലീസിന് നോട്ട് എഴുതിയെടുക്കാം, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് കുറുവ സംഘം എന്നുള്ളത് ഫോക്കസ് ചെയ്യുന്നത് അന്യ സംസ്ഥാന തൊഴിലാളികളെയാണ്. ഇത് ഇത്രയും നാളുള്ള വാർത്തകൾ കേട്ടുള്ള ഒരു കോമൺ സെൻസിൽ പറയണം. തമിഴ്നാട് സ്വദേശികൾ, മറ്റുള്ള ആളുകൾ, മറ്റുള്ള ജില്ലകളിൽ നിന്ന് അല്ല, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ആളുകളെയാണ് ഈ കുറുവ സംഘം എന്നുള്ള നിലയിൽ പിടിക്കപ്പെടുന്നത്. കൂടുതലും തമിഴ്നാട് സ്വദേശികളാണ്. ഇപ്പോൾ വന്ന വാർത്തയടക്കം തമിഴ്നാട് സ്വദേശികളാണ്. പിന്നെ അവർ ഒരുപാട് പ്രായമുള്ള ആൾക്കാരല്ല, നമുക്ക് ചെറുപ്പക്കാരാ. അതുകൊണ്ട് ഇവിടെ ജോലിക്ക് എന്നുള്ള രീതിയിൽ വരുന്നവർ തന്നെ കുറുവ സംഘം എന്നുള്ള ഒരു ടീം ഉണ്ടാവും. ഈ കുറുവ സംഘമാണ് നിങ്ങൾ എന്നുള്ള രീതിയിൽ, നിങ്ങളുടെ ജോലി ഇതാണ് എന്നുള്ള രീതിയിൽ അസൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു സംഘവും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇത് ഭയങ്കരമായ ഒരു മാർക്കറ്റിംഗ് നടന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു സംശയം. ഇനി ഇത് പറഞ്ഞുകൊണ്ട് ഞങ്ങളിരിക്കുന്ന കല്ലറയിലേക്ക് വരുമെന്ന് പറഞ്ഞൂടാ, വന്നാ പെട്ട് അല്ലേ, ഫുൾ CCTV പ്രൊട്ടക്ഷനാ. നമ്മൾ എന്തായാലും സത്യം പറയും, തെളിയിക്കേണ്ട ഉത്തരവാദിത്വമൊക്കെ ഇനി പോലീസിന്റെ അല്ലേ. അതുകൊണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പിടിച്ച ഒരു സാഹചര്യത്തിൽ യുവാക്കളാണ് കൂടുതൽ പേരും. ഈ യുവാക്കൾക്ക് കേരളത്തിലെ കൃത്യമായിട്ട് പണം ഇരിക്കുന്ന സ്ഥലങ്ങളടക്കം അറിയാവുന്ന ഒരു സാഹചര്യമാണ്. അല്ലെങ്കിൽ കൃത്യമായ ഒരു വീട്ടിൽ കയറി 25,000 രൂപ മോഷ്ടിച്ചു, കൃത്യമായ ഒരു സ്ഥലത്ത് എല്ലാ വീട്ടിലും മോഷ്ടിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്ന പോലത്തെ ആൾക്കാരല്ലേ ഇവര്. കൃത്യമായ പ്ലാനോട് കൂടി അല്ലേ, ഉറപ്പുള്ള വീടുകൾ ആണ്. അല്ലെങ്കിൽ എന്താ, ആ വീട്ടിൽ എങ്ങനെ മോഷണം പോകും? നമ്മുടെ എത്രയോ സാധാരണക്കാരുടെ വീടുകളുണ്ട്. ഇനിയിപ്പോ വലിയ വീടുകളാണ് പണിഞ്ഞിട്ടിരിക്കുന്നെങ്കിലും അതിൽ കാശില്ലാത്ത വീടുകളുണ്ട്. അല്ലേ, പിന്നെ ഭിത്തി പൊളിച്ചിട്ടൊന്നും പോകാൻ പറ്റില്ലല്ലോ ഇവന്മാർക്ക്.
കൃത്യമായി പണമുള്ള സ്ഥലങ്ങളാണ് ഇവർ കയറുന്നത്. എങ്ങനെ? അപ്പൊ ഇതൊരു സംഘടിതമായ ആസൂത്രണം, ഇതൊരു ആസൂത്രണമാണിത്. നമ്മള് സൂര്യ, ഞാൻ പറഞ്ഞ ലോകേഷ് കനരാജിന്റെ മറ്റേ വിക്രം സിനിമ പറഞ്ഞത്, ഇതിൽ സൂര്യ മാനേജ് ചെയ്യണം അവരെ. ലാസ്റ്റ് പറഞ്ഞില്ലേ റോളക്സ്. അപ്പൊ അത് ആ സമയത്ത് അപ്പൊ വിജയ് സേതുപതിയൊക്കെ വെറും അനുസരിക്കുന്ന ഒരാൾ മാത്രമാണ്, വെറും ഒരു അനുചാരകൻ മാത്രമാണ്. സൂര്യയാണ് മെയിൻ നമ്മൾ മനസ്സിലാക്കിയാണ്. അതുപോലെ ഏതോ ഒരു സൂര്യ കിടന്ന് കളിക്കുന്നുണ്ട്. അയാൾ തമിഴ്നാട്ടിലാണോ അല്ലെങ്കിൽ അയാൾ കേരളത്തിലാണോ? ഞാൻ ഇതൊരു സിനിമാറ്റിക് വിഷയമായിട്ട് ഞാൻ മാറ്റുന്നില്ല. സൂര്യ എന്നൊക്കെ നമ്മൾ വെറുതെ പറയുന്നുള്ളൂ. സൂര്യക്ക് ഇതോടെ ഒരു ബന്ധമില്ല കേട്ടോ, കമലഹാസനും ബന്ധമില്ല. പക്ഷേ ഇതുപോലുള്ള ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ചിലപ്പോൾ ആള് കേരളത്തിൽ തന്നെയുള്ള ആളാവണമെന്ന് ചിലപ്പോൾ ആയിരിക്കാം. നമ്മൾ തമിഴ്നാട്ടുകാരെ മാത്രം കുറ്റപ്പെടുന്നില്ല. പക്ഷേ കേരളത്തിൽ ഇങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടാക്കി കേരളത്തെ ഒന്ന് ഭീതിയിലാഴ്ത്താൻ വേണ്ടി ഒരു മടിയില്ലാത്ത 25-30 വയസ്സിനിടയിലുള്ള ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടുവരിക. ഈ സന്തോഷിന്റെ കൂടെ തന്നെ 40 കള്ളന്മാരാണുള്ളത്. കാരണം ഇവരെയൊക്കെ മാനേജ് ചെയ്യുന്ന എന്തായാലും ഒരു ഹെഡ് ഉണ്ടാവും. ആ ഹെഡിനെ പിടിച്ചെന്നുള്ള വാർത്ത കേൾക്കേണ്ട സ്ഥിതി വരട്ടെ. നമ്മൾ പറഞ്ഞ കഥകളായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് അപ്പം അറിയാം അല്ലേ? എന്തായാലും കുറുവാ സംഘം എന്നുള്ളത് ചുമ്മാ ഒരു എവിടെയെങ്കിലുമൊക്കെ പൊട്ടിമുളച്ച് ചെറിയൊരു സംഘമല്ല. അവരൊരു വലിയ അല്ലേ, വലിയൊരു കുറെ ബ്രാഞ്ചുകളൊക്കെ ഉള്ള വലിയൊരു സംഘമാണ്. ആ സംഘത്തിൻ്റെ ഒരു തലപ്പത്ത് കുറച്ച് പേരുണ്ട്. ആ ആളുകളെ പിടിക്കാൻ സാധിക്കട്ടെ. അപ്പോഴിത് പാടെ നമുക്ക് തുടച്ചിക്കാൻ സാധിക്കുള്ളൂ. ഇനി കുറച്ച് മുൻകരുതലുകൾ പറയാം. അടുക്കള വാതിലിൻ്റെ എല്ലാ പൂട്ടുകളും ഉറപ്പുള്ളതാക്കുക. ജനങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് പാലായിലും കോട്ടയത്തേക്ക് ജനങ്ങൾ ശ്രദ്ധിക്കുക. പകലും രാത്രിയിലും കതക് പൂട്ടിയെന്ന് ഉറപ്പുവരുത്തുക. എല്ലാ വാതിലുകളും താക്കോൽ ഉപയോഗിച്ച് പൂട്ടുക. വാതിലിൻ്റെ പിന്നിൽ ഇരുമ്പിൻ്റെ പട്ട ഘടിപ്പിച്ചാൽ കൂടുതൽ സുരക്ഷ ലഭിക്കും. ജനൽപ്പാളികൾ രാത്രി അടച്ചിടുക. അടുക്കള ഭാഗത്തും വീടിൻ്റെ മറ്റു ഭാഗങ്ങളിലും രാത്രി ലൈറ്റ് ഓഫാക്കാതിരിക്കുക. കവർച്ചക്കാർക്ക് ഉപയോഗപ്രദമാകുന്ന ഉപകരണങ്ങൾ, ആയുധങ്ങൾ എന്നിവ വീടിന് പുറത്ത് സൂക്ഷിക്കരുത്. രാത്രി പുറത്ത് ടാപ്പിൽ നിന്നും വെള്ളം പോകുന്ന ശബ്ദം കേട്ടാൽ പുറത്തിറങ്ങരുത്. രാത്രി കൊച്ചുകുട്ടികളെയും കരച്ചിൽ കേട്ടാലോ ആരെങ്കിലും വാതിൽ മുട്ടിയാലോ ഉടൻ വാതിൽ തുറക്കരുത്. അയൽവാസികളെ വിവരം അറിയിക്കുക. അതായത് കൊച്ചുകുട്ടികളുടെയൊക്കെ ശബ്ദം ഉണ്ടാക്കിയാണ് ഇവർ രംഗപ്രവേശം ചെയ്യുന്നത്. ഒരു കൊച്ചുകുട്ടിയുടെ ശബ്ദം ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്തായാലും അതിൽ തുറക്കും. അല്ലെങ്കിൽ ഒരു പൈപ്പ് ഓണായി കിടക്കുന്നു, അയ്യോ വെള്ളം പോകുന്നല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ തുറക്കും. പക്ഷെ ഇതൊക്കെയാണ് ഇവരുടെ ഒരു സിഗ്നലുകൾ. സൂക്ഷിക്കുക. പണവും സ്വർണവും വീട്ടിൽ സൂക്ഷിക്കാതിരിക്കുക. അങ്ങനെ സൂക്ഷിക്കാതിരുന്നാൽ തന്നെ ആള് വരൂല. നോക്കിക്കോ, നിങ്ങളുടെ വീട്ടിൽ പണവും സ്വർണവും ഇല്ലെങ്കിൽ നിങ്ങളെ എന്തെങ്കിലും അക്രമം ചെയ്യാൻ മാത്രം വരൂല. കാരണം നിങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ അവരുടെ ബുദ്ധിപരമായ പ്ലാനിങ് എന്തായിരിക്കും എന്നറിയോ? അവിടെ ഇല്ല, അപ്പൊ നമുക്കതൊരു ട്രാപ്പായിരിക്കും എന്നവർ വിചാരിച്ചേക്കാം. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് ഈ കള്ളന്മാരെ നേരിടേണ്ടത്. മനസ്സിലായി? ആ ഒരു കാര്യത്തിൽ എഴുതിയിട്ടില്ല. എഴുതിയിട്ടുണ്ട്, പണവും സ്വർണ്ണം വീട്ടിൽ സൂക്ഷിക്കാതിരിക്കുക. പിന്നെ അവരും പത്രം വായിച്ച് മനസ്സിലാക്കുന്ന വിചാരിച്ചായിരിക്കും പലതും എഴുതാത്തത്. അവർക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ. പത്രപ്രവർത്തകർക്കും ബുദ്ധിയുണ്ട്. നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റീവ് മൈൻഡിൽ പറയാണ്, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഭയക്കാത്ത പണവും സ്വർണമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഭയക്കണ്ട. അതല്ല 1 ലക്ഷം രൂപയോ 20,000 രൂപയോ 2 പവൻ സ്വർണമൊക്കെ നിങ്ങൾ വീട്ടിൽ അലമാരയിലോ മറ്റോ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പണി പാളും. അത് ഉറപ്പായിട്ട് നിങ്ങളുടെ വീട്ടിൽ കയറുന്നുള്ള വാർത്ത വരും. അല്ല, ഭാഗ്യത്തിന് അങ്ങനെ നമ്മുടെ വീടുകളിലില്ല. കയറാതിരിക്കട്ടെ ഈശ്വരൻ.